ഈ തോൽവിയിൽ നിന്ന് കരകയറും LDF-ഉം CPM-ഉം ഇല്ലാതായെന്ന് കരുതേണ്ട, തിരിച്ചു വരുമെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കണ്ണൂരിൽ പ്രസംഗിച്ചത്. അപ്പോഴും തോൽവിയുടെ കാരണമെന്ത്, എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. ഏതായാലും കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നു CPM നേതൃത്വം. പരാജയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ അണികൾക്ക് അവസരമുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് നൽകുന്ന 34 ചോദ്യങ്ങളിൽ നേതാക്കൾക്ക് വീഴ്ചയുണ്ടോ എന്ന് പ്രത്യേകം ചോദ്യമില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും ചോദ്യാവലിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. റഹീസ് റഷീദ് ചേരുന്നു വിശദാംശങ്ങളുമായി. റഹീസ്, ഈ വാർത്ത കാണുമ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തുമോ, അതിന് ഈ 34 ചോദ്യങ്ങൾ വഴിവെക്കുമോ, അണികൾ തിരുത്തിയാൽ തന്നെ അത് അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. റഹീസ്. വിനീത, ഇതിനകത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയെടുത്ത തീരുമാനം എന്ന് പറയുന്നത് നിർഭയമായി പാർട്ടി പ്രവർത്തകർക്ക് തോൽവിക്ക് കാരണമായത് എന്തൊക്കെയാണെന്ന് തോന്നുന്നോ അത് പറയാമെന്നതായിരുന്നു. പക്ഷേ അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴും ജില്ലാ കമ്മിറ്റികൾ ചേർന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ഒപ്പം പാർട്ടിയെ മുന്നണിയെ നയിച്ച അല്ലെങ്കിൽ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജില്ലാ കമ്മിറ്റികൾ അവസാനിച്ച് ഇനി കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ച പോവുകയാണ്. ആ ചർച്ച പോകുന്ന സമയത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങളെ അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് നിർഭയമായി എന്തും പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 34 ചോദ്യങ്ങൾ ലോക്കൽ കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടതിന് ശേഷം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. ആ ചോദ്യങ്ങളിലും ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ മറ്റ് സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരോ കാരണമാണ് ഭരണം നഷ്ടപ്പെട്ടത് എന്ന സൂചന നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം നൽകുന്ന തരത്തിലുള്ള ചോദ്യം ഇല്ലതാനും. പകരം തോൽവിക്ക് കാരണം എന്താണെന്ന് വ്യക്തമാക്കാം, അത് പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലുള്ള വീഴ്ചകൾ തോൽവിക്ക് കാരണമായോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല എന്നതാണ് പ്രത്യേകത. ശരി, ആ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ നേതൃത്വത്തെ അണികൾ തിരുത്തൂ എന്നതാണ് ഇതിലൊരു കൗതുകം. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുന്നു. ഏതായാലും തിരുത്തൽ വരുത്തും എന്ന് തന്നെയാണ് നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്.